السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ. ബറാഅത്ത് എന്ന പദം തന്നെ ഒരു വലിയ ആത്മീയമായ ആവേശം നൽകുന്ന പ്രയോഗമാണ്. മോചനം എന്നാണ് അതിനർത്ഥം. ഏത് അർത്ഥത്തിലുള്ള മോചനമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള മോചനമുണ്ട്. പാപമോചനം, നരകമോചനം. ഈ രണ്ടും അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിൽ പല നന്മകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിയാൽ നവീനമായ ചിന്തകളും പരിഷ്കരണ ബോധവും മുസ്ലിം ഉമ്മത്തിന് കാർന്നു തിന്നോടുത്ത് ബറാഅത്ത് രാവിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിച്ച ചില പുതിയ ചിന്താഗതികൾ സമീപകാലം മുതൽ നമ്മുടെ പരിസരങ്ങളിൽ സജീവമായി എന്നത് ഒരു സത്യമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രമാണങ്ങളിൽ വളരെ വ്യക്തവും കൃത്യവുമായി പ്രതിപാദിക്കുന്ന ചർച്ചയാണ് ബറാഅത്ത് രാവ്. മഹാന്മാരായ അഇമ്മത്തിൽ സ്വഹാബികളടക്കം ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ശഅബാൻ 15 രാത്രിയുടെ പേര് ബറാഅത്ത് രാവ് എന്നാണോ അതോ ലൈലത്തുൽ ഖദർ എന്നാണോ, ഈ പേര് ഏതാ അതിന് വെക്ക എന്ന വിഷയത്തിലെ ഒരു ചർച്ച ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ലൈലത്തുൽ ഖദർ എന്ന് നമ്മൾ റമദാനിൽ പ്രതീക്ഷിക്കുന്ന ആ രാവ് ഒരു വർഷം മുഴുവനും ഏത് സമയത്തും പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ അയിമത്ത് പോലുമുണ്ട്. അതിൽ മദ്ഹബിന്റെ 4 അയിമത്തിൽപ്പെട്ട പ്രമുഖരുണ്ട്. ആ ചർച്ച അവിടെ നിൽക്കട്ടെ. ഏതായാലും ബറാഅത്ത് രാവ് എന്ന് നാം പറയുന്ന ശഅബാൻ 15 രാത്രിക്ക് ബറാഅത്ത് രാവ് എന്നാണോ പറയേണ്ടത് അതോ ലൈലത്തുൽ ഖദർ എന്നാണോ പറയേണ്ടത്, ഈ പേരിലെ ഉള്ളു അഭിപ്രായ വ്യത്യാസം. പക്ഷെ അതിന്റെ മഹത്വത്തിലോ അത് സംബന്ധമായ പ്രാമാണിക ചർച്ചകളിലോ ഒരു തർക്കവുമില്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി സൂറത്ത് ദുഖാന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇഖ്തലഫു ഫീ ഹാദിഹി ലൈലത്തുൽ മുബാറക ഫഖാല അൽഅക്സറുന ഇന്നഹാ ലൈലത്തുൽ ഖദ്രി വഖാല ഇക്രിമതു വതായിഫത്തുൻ ആഖറുന ഇന്നഹാ ലൈലത്തുൽ ബറാഅ വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. തഫ്സീർ റാസി അടക്കം ധാരാളം തഫ്സീറുകൾ ഇത് പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞ ആശയമാണ് ഈ വായിച്ചത്. ഏതായാലും നമ്മുടെ ആയുസ്സിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ബറാഅത്ത് രാവ്. അത് വെറുതെ പറയല്ല. ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും വലിയ കിടയറ്റ പണ്ഡിതനല്ലേ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈയുടെ കിതാബുൽ ഉമ്മിൽ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ ഖണ്ഡിതമായി തന്നെ പ്രഖ്യാപിക്കുന്നു, പരിശുദ്ധ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യ ആയുസ്സിന്റെ ഒരു വയസ്സിൽ 5 രാത്രികൾക്ക് അള്ളാഹു ദുആക്ക് വേഗത്തിൽ ഉത്തരം നൽകുമത്രേ. ആ 5ഉം അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിൽ 1ാമത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് അത് എല്ലാ ആഴ്ചയിലും ഉള്ളതുകൊണ്ട് പിന്നെ അതിലേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. വേഗത്തിൽ ദുആക്ക് ഇജാബത്താണ്. വെള്ളിയാഴ്ച രാവ് വ്യാഴം അസ്തമിച്ചാൽ. 2ാമത്തേത് വലിയ പെരുന്നാളിന്റെ തലേരാത്രി. 3ാമത്തേത് ചെറിയ പെരുന്നാളിന്റെ തലേരാത്രി. 4ാമത്തേത് റജബ് മാസം നിലാവ് കണ്ടാൽ ആദ്യത്തെ രാത്രി, റജബ് 1 രാവ്. 5ാമത്തേത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവ്. ആ രാത്രിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ ആയുസ്സിൽ അനർഘമായി ദുആക്ക് ഇജാബത്ത് കൊണ്ട് പ്രത്യേകമായി എന്ന് മാത്രമല്ല ഈ രാവിന്റെ പ്രത്യേകത. ഇതിന്റെ കൂടെ പറയപ്പെട്ട 4 രാത്രികൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട്. എങ്കിലും ബറാഅത്ത് രാവിന്റെ സ്പെഷ്യലായുള്ള പ്രത്യേകത ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും എന്നത് പോലെ തന്നെ ആ രാത്രിയിൽ
മഗ്ഫിറത്ത് മഖ്സൂസയുണ്ട്, പ്രത്യേകമായി മഗ്ഫിറത്ത് കൊടുക്കുന്ന രാത്രി. ചില ഹദീസുകളിൽ കാണാം അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ വസ്ഫിൽ നിന്നും അവൻ ജമാലിയത്തിന്റെ വസ്ഫിലേക്ക് ഇറങ്ങുന്നു എന്നാണ് അതിനർത്ഥം. അത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, കർക്കശ കണിശിത ഭാഷക്കാരനായ ഒരു അധ്യാപകൻ, ഒരിക്കലും വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി ചിരിക്കാത്ത അധ്യാപകൻ, അദ്ദേഹത്തിന്റെ അധ്യാപനത്തിലും പഠന രീതികളിലും വിദ്യാർത്ഥികൾ ഏറെ സംതൃപ്തരാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ചിരിയെ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു വലിയ കർക്കശക്കാരനായ അധ്യാപകൻ, ഒന്ന് സ്നേഹം കാണിക്കുന്നതിന് വലിയ കൊതി ഊറി നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ അധ്യാപകൻ നിഷ്കളങ്കനും നിർമ്മല ഹൃദയക്കാരനും ആണ് എന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ്. പക്ഷേ ഞങ്ങളുടെ പ്രിയ അധ്യാപകൻ ഒന്ന് ചിരിച്ചാൽ എന്ന് വിദ്യാർത്ഥികൾ ആശിച്ചിരിക്കുമ്പോഴാ കൊല്ലത്തിലൊരിക്കൽ ആ അധ്യാപകൻ തന്റെ അധ്യാപന പീഠത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് വിദ്യാർത്ഥിയുടെ ഒപ്പം ഇരുന്നിട്ട് ചോദിക്കാണ്, മോനെ, എന്ത് സംശയം വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ, ഞാനിതിപ്പോ ക്ലിയർ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഈ അധ്യാപകന്റെ പെരുമാറ്റത്തിലെ ആ രീതിയെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഷഅബാൻ 15 രാവിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കാരുണ്യത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ. ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും സമീപം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അള്ളാഹു ചോദിക്കും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറുഹു. ആരാ എന്നോട് ചോദിക്കാനുള്ളത്? പാപം പൊറുക്കാൻ. ഞാൻ അവന് പാപം പൊറുക്കും എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം. പാപം പൊറുക്കാൻ ചോദിക്കൂ, ഞാൻ അവന് പാപം പൊറുക്കും. ഇമാം ഇബ്നു മാജയുടെ ഹദീസാണിത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പാപം പൊറുക്കാൻ ആരാ ചോദിക്കാനുള്ളത്? ഞാൻ അവന് പുറത്തു കൊടുക്കും. അലാ മിൻ മുസ്തർസിഖിൻ ഫഅർസുഖഹു. ആരെങ്കിലും എന്നോട് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം, ജീവിത വിശാലത അത് ചോദിക്കൂ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ മനസ്സിലാക്കിയത് ഭക്ഷണം എന്ന അർത്ഥത്തിൽ മാത്രമല്ല. റിസ്ഖ് എന്ന് പറഞ്ഞാൽ റാസിഖായ അല്ലാഹു മർസൂഖുൻ ലഹുവായ അവന്റെ അടിമയ്ക്ക് നൽകുന്ന മർസൂഖ് ബിഹി മുഴുവനും റിസ്ഖാണ്. അല്ലാഹു റാസിഖ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹിന്റെ മറ്റൊരു വിശേഷണമാണ് അല്ലാഹു റസ്സാഖാണ്. സൂപ്പർലേറ്റീവ്, റാസിഖിന്റെ സൂപ്പർലേറ്റീവ് ഫോം. തന്റെ അടിമക്ക് ആവശ്യമായത് കൊടുക്കുന്നവനെന്നല്ല, ആവശ്യമായത് വാരിക്കോരി കൊടുക്കുന്നവൻ, ധാരാളം കൊടുക്കുന്നവൻ. ആ തമ്പുരാൻ റിസ്ഖ് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഒന്നാം ആകാശത്തിൽ അവന്റെ ഇടപെടൽ വരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി റവാഹു ഇബ്നു മാജാ ഫി സുനനിഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെയും റബ്ബിന്റെ ചോദ്യമുണ്ട്, അലാ മുബ്തലൻ ഫഉആഫിയഹു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇടങ്ങേറുകൾ ഉള്ളവരുണ്ടോ? ചോദിച്ചോളൂ, ഞാൻ അവന് ആഫിയത്ത് നൽകുമെന്ന റബ്ബിന്റെ പ്രഖ്യാപനം ഒന്നാം ആകാശത്ത് മുഖരിതം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അലാ കദാ അലാ കദാ ഹത്താ യത്ലുഅൽ ഫജ്ർ. ഉശസ്സിന്റെ ഉദയനേരം വരെ അല്ലാഹുവിന്റെ സാമീപ്യം നമ്മോട് ചേർന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. ആയുസ്സിന്റെ അനർഘമായ ഭാഗ്യമേ ബറാഅത്ത് രാവ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. ഇന്നാ അൻസൽനാഹു. തീർച്ചയായും പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം നടന്നിട്ടുള്ളത്. ഖുർആന്റെ അവതരണം പല നിലക്കാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് ഒരവതരണം അതാണ്.
ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിന്റെ അമരധ്വനിയായുള്ള ഘട്ടം ഘട്ടമായുള്ള അവതരണം മറ്റൊരു നിലക്ക്. ഇതിൽ ഏതുമാവാം. പിന്നെയും പല രീതിയിലുള്ള അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അനുഗ്രഹീതമായ അവതരണം നടന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുള്ള രാത്രി. അൽ ബറക്കത്തു അന്നമാഉ വസ്സിയാദ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ അവതരണം എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ഖുർആന്റെ അവതരണമുള്ള രാത്രി അല്ലാഹു പറയുന്നു ലൈലത്തു മുബാറക്കയാണ്, ഒരു രാത്രിയാണ് പിന്നെ വിശദീകരിക്കുന്നത്. ഖുർആനെ പറഞ്ഞു. ഖുർആന്റെ അവതരണം എന്നത് ഇവിടെ പറയപ്പെട്ടത് ആ ലൈലത്ത്, ആ രാത്രിയുടെ ബർക്കത്തിന്റെ ഒരു കാരണം എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ആ രാത്രിയെ അള്ളാഹു കൂടുതൽ എടുത്തു ഉദ്ധരിക്കലായിരിക്കാം. പിന്നെയും പറഞ്ഞു മുബാറക്ക, പിന്നെയും പറയുന്നത് രാവിലെ തന്നെ. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. അള്ളാഹുവിന്റെ തിരുത്തപ്പെടുന്ന ചില വിധികളുണ്ട്. ഞാനും നിങ്ങളും മരിക്കും, അത് തിരുത്താത്ത വിധിയാണ്. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ സയ്യിദുനാ റസൂലുള്ളാഹി. റബ്ബിന്റെ ഖളാ രണ്ട് രൂപത്തിലാ, ചിലത് തിരുത്താം, ചിലത് തിരുത്തൂല. മരിക്കും എന്നുള്ളത് തിരുത്തൂല, പക്ഷെ എപ്പം മരിക്കും എന്നത് തിരുത്തപ്പെടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറഞ്ഞത് മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുസഅ ലഹു ഫി അത്രിഹി. ആയുസ്സിൽ വർധനവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിശ്ചയിച്ച് കുറിക്കപ്പെട്ട ആയുസ് അതിൽ കൂടുതൽ വേണം എന്ന തീരുമാനം അള്ളാഹു എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്ലസിൽ റഹിമ, കുടുംബബന്ധം ചേർത്താൽ മതി. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിന്റെ വിധികളിൽ റബ്ബ് മാറ്റം വരുത്തുന്ന ചില വിധികളുണ്ട്. അങ്ങനെ മാറ്റപ്രഖ്യാപനം വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്നത്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, ഒരു വർഷം ജനിക്കാൻ പോകുന്ന കുട്ടികളാരൊക്കെ, മരിക്കുന്നവരാര്, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങൾ, ഒഴിവാക്കപ്പെടുന്നതായ രോഗങ്ങൾ, എന്തിനേറെ മനുഷ്യ ജീവിതത്തിന്റെ നിരന്തരമായ എല്ലാ വ്യവഹാരങ്ങളെയും സ്പർശിതമായ ഉദ്ധരണി സ്വഹാബികൾ പലരും ഇത് സംബന്ധമായി പറഞ്ഞതായി ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവിയെ പോലെയുള്ള, ഇമാം ഗസാലിയെ പോലെയുള്ള പ്രമുഖരും പ്രധാനികളുമായ അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പരിമിതമായ സമയത്തിൽ നമുക്കത് വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹു അവൻ നേരത്തെ തീരുമാനിച്ച ചില വിധികൾ മാറ്റം വരുത്തുന്നത് ബറാഅത്ത് രാവിലാണ്. പ്രാർത്ഥന കൊണ്ട് നമ്മൾ ധന്യരാവണം. പ്രത്യേകമായ ഇജാബത്തുണ്ട്, ഇജാബത്ത് മഖ്സൂസയുണ്ട് ഈ രാത്രി. അതും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഖുർആന്റെ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയുള്ള ഹദീസുകളും അനുബന്ധമായ കാര്യങ്ങളാണ്. അല്ലാതെ ഇത് പുതുതായി ഉണ്ടായതല്ല, ഒരാൾ പറഞ്ഞ പോലെ തകരമുളയ്ക്കും പോലെ ഉണ്ടായതല്ല. ഇതിനൊക്കെ കൃത്യവും വ്യക്തവുമായ അടിസ്ഥാനം നമ്മുടെ പ്രമാണങ്ങളിൽ, ചുമരുകളിൽ പൊടിപിടിച്ചിരിക്കുന്ന ഖുർആന്റെ താളുകൾ മറിച്ചാൽ കാണാവുന്നതാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാ, അല്ലാതെ ഇത് മുസ്ലിയാർ പറഞ്ഞുണ്ടാക്കിയതല്ല. സഹോദരന്മാരെ, ചിന്തിച്ചോളൂ. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു ആയുസ്സിൽ വർധനവ് നൽകാൻ തന്റെ അടിമ പ്രാർത്ഥന കൊണ്ട് മുന്നിടണമെന്ന് പ്രോത്സാഹിപ്പിച്ചല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയാവണം എന്നതിലേക്ക് നല്ല തീരുമാനം ഖളാ ആക്കാൻ പ്രാർത്ഥന കൊണ്ട് മുന്നിടണമെന്ന് പ്രോത്സാഹിപ്പിച്ചല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാൻ, നല്ല മരണം, നല്ല ജീവിതം, സന്തോഷം, നല്ല ആയുസ്, സൗകര്യങ്ങൾ, റിസ്ഖിൽ വിശാലത ചോദിക്കാം, യഥേഷ്ടം ചോദിക്കാം. ആ രീതിയിൽ അല്ലാഹുവിന്റെ ഹബീബ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഹദീസ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ ഒരു വലിയ പാഠമായി നിൽക്കുമ്പോൾ ആ ആശയങ്ങളെ ഒന്ന് അപഗ്രഥിച്ചുകൊണ്ട് അമല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മഹാന്മാരായ ഇമാമിയങ്ങൾ, ഇഹ്യാഇന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഇത്ഹാഫ്. അതിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് ഹസൻ സുബൈദി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ധാരാളം അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ബറാഅത്ത് രാവിൽ യുഖറഉ സൂറത്തു യാസീൻ. സൂറത്ത് യാസീൻ ഓതണം. എന്തേ സൂറത്ത് യാസീൻ? സൂറത്ത് യാസീൻ പരിശുദ്ധ ഖുർആന്റെ ഹൃദയമാ. ഓതേണ്ട പോലെ ഒരു പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതിയാൽ
20 വട്ടം പരിശുദ്ധമായ ഖുർആൻ ഓതിയ കൂലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു. സൂറത്ത് യാസീന്റെ അക്ഷരക്രോഡീകരണം ഒരു പ്രാർത്ഥനയാ. അള്ളാഹുവിന്റെ ഖുർആൻ എന്തോരു ഉദ്ദേശം വെച്ച് ഓതിയാലും ആ ഉദ്ദേശ സാഫല്യത്തിന്റെ പ്രാർത്ഥന വരികളാ ഖുർആൻ. അൽ ഖുർആൻ ലിമാ ഖുരിഅ ലഹു സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഇരിക്കെ എന്തേ ഖുർആനിൽ സാധാരണക്കാരന് സരളമായി വഴങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമെന്ന് പറയപ്പെട്ട യാസീൻ ഓതിയിട്ട് പ്രാർത്ഥനയിൽ നമുക്ക് ലയിച്ചുകൂടെ? അനുഗ്രഹീത രാത്രിയിൽ അനുഗ്രഹീതമായ അധ്യായം പാരായണം ചെയ്തുകൂടെ? മഹാനായ ഹസൻ സുബൈദി റളിയല്ലാഹു അൻഹു പറയുന്നു, 3 യാസീൻ, ആകെ 3 ഓതാവുന്നല്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആകെ 3. വെള്ളിയാഴ്ച അൽക്കഹഫ് ഓതണം, ഒരെണ്ണേ ഓതാവുള്ളൂ. ഒന്നിൽ കൂടുതൽ ഓതി അള്ളാഹു ശിക്ഷിക്കുമെന്ന ചിലർ ധരിച്ച്. അല്ല, ഒന്നെങ്കിലും ഓതണം എന്നാ. അബൂ ഹസൻ അലി നദവി സാഹിബ് വഫാത്താവുന്നത് അൽക്കഹഫ് ഓതി തീരുമ്പോഴാണ്. 2ാമത്തെ അൽക്കഹഫ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വഫാത്താവുന്നത്. അപ്പോ 3 യാസീനെങ്കിലും ഓതണം. സമയം മഗ്രിബ് മുതൽക്കാണ്. അസറിനോട് ചേർത്ത് പലരും ഓതാറുണ്ടെങ്കിൽ പോലും അതൊരു സന്തോഷമാണ്. അടിസ്ഥാനം അതിലില്ല. രാവ് എന്ന് പറഞ്ഞത് മഗ്രിബ് കഴിഞ്ഞാണ്. അസർ കഴിഞ്ഞ് ഓതി എന്ന് വെച്ച് തെറ്റല്ല. മഗ്രിബ് കഴിഞ്ഞ് ഓതും കൂടി ചെയ്യണം. ഇഷാ കഴിഞ്ഞും ഓതണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി പിന്നെ ഓതണം. അതിൽ 3 പാടുള്ളൂ എന്നല്ല, 3 ഓതിയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, യുഖറഉ സൂറത്തു യാസീൻ മറത്തൻ, ഒരു യാസീൻ ഒരു വട്ടം ഓതണം. എന്നിട്ടോ വയദുഉ ബിദ്ദുആഇൽ മശ്ഹൂരി ബിദുആഇ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാന്റെ 15-ാം രാവിൽ ഒരു പ്രത്യേകമായ ദുആയുണ്ട്. ധാരാളം കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. നിഹായത്തുൽ അമൽ അടക്കമുള്ള ധാരാളം കിതാബുകൾ. മഹാനായ ഇമാം അൽ ഹാഫിദ് അൽ ജൗസി അടക്കമുള്ള ധാരാളം ആളുകൾ, ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവ, ദഅവാത്തുൽ കബീർ അടക്കമുള്ള ധാരാളം കിതാബുകൾ ആ ദുആ പറഞ്ഞിട്ടുണ്ട്. ആ ദുആ 1ാമത്തെ യാസീൻ കഴിഞ്ഞ് ഓതണം. ആ 1ാമത്തെ യാസീനിലൂടെ ഒരു മനുഷ്യൻ നിയ്യത്താക്കേണ്ടത്, ഖുർആൻ ഓതുമ്പോൾ മനസ്സിൽ നിയ്യത്ത് വേണം. എന്നാൽ ആ നിയ്യത്ത് അല്ലാഹു സഫലാക്കുന്ന ആ ഖുർആൻ ഓതലിലൂടെ അതൊരു പ്രാർത്ഥനയാണ്. അതിൽ നെയ്യത്താക്കേണ്ടത് യസ്അലുല്ലാഹൽ ബറക്കത ഫിൽ ഉമർ, ആയുസ്സിന് ബറക്കത്ത്, ദീർഘായുസ്സല്ല, ബറക്കത്തുള്ള ആയുസ് വേണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആയുസ്സിന് ദൈർഘ്യത ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ബറക്കത്തുള്ള ആയുസ്സിന് വേണ്ടിയിട്ട് 2ാമത്തെ യാസീനോദനം നിലവിലെ ജീവിത സൗകര്യങ്ങളിൽ ബറക്കത്തിന് വേണ്ടി റിസ്ഖിൽ വിശാലത എന്ന് പറയും. 3ാമത്തെ യാസീനോദനം മഹാന്മാര് പറയുന്നു ഹുസ്നുൽ ഖാത്തിമ, അന്ത്യം നന്നാവാൻ. ഈ 3ാമത്തെ യാസീൻ പല കോലത്തിലും വാട്സാപ്പിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അന്ത്യം നന്നാവാൻ വേണ്ടിയാണ് 3ാമത്തെ യാസീൻ. ഇങ്ങനെ 3 യാസീൻ ഓതിയിട്ട് അള്ളാഹുവോട് ദുആ ഇറക്കാം. ഓരോ യാസീനും കഴിഞ്ഞ് ദുആ ഇറക്കാം, 3 ഓതിയിട്ടും ദുആ ഇറക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ശഅബാൻ 15-ന്റെ രാവ് എത്തിക്കഴിഞ്ഞാൽ വഖൂമൂ ലൈലഹാ, ആ രാവ് നിങ്ങൾ ഹയാത്താക്കണേ, വസൂമൂ നഹാറഹാ, അതിന്റെ പകല് ശഅബാൻ 15-ന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശനിയാഴ്ച നോമ്പായിരിക്കും. ഇവിടെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു നോമ്പ് ഇല്ല. ശരിയാണ്, ബറാഅത്തിന്റെ നോമ്പില്ല. ശഅബാൻ 15-ന്റെ നോമ്പെന്ന ഹദീസിലുള്ളത്. ബറാഅത്തിന്റെ നോമ്പെന്ന് നമ്മൾ പറഞ്ഞതാ, അങ്ങനെ പ്രമാണങ്ങളിൽ ഇല്ല. ബറാഅത്തിന്റെ നോമ്പല്ല. എല്ലാ മാസവും 13ഉം 14ഉം 15ഉം നോമ്പുള്ളതാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസം പെടാത്ത എല്ലാ ദിവസങ്ങളിലും 13ഉം 14ഉം 15ഉം സുന്നത്ത് നോമ്പ് ഉള്ളതാണ്. അതിൽ ശഅബാൻ മാസത്തിന്റെ 15-ന് റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്ര പ്രസിദ്ധമായ ഖിബ്ല പ്രഖ്യാപനത്തിന്റെ പകലാണ് ശഅബാൻ 15. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം 144-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. സംഭവം, ധാരാളം സംഭവങ്ങൾ ഈ ശഅബാൻ 15-ന്റെ പകലിൽ ഉണ്ടായിട്ടുണ്ട്. അതിനോടുള്ളതായ ഒരു സ്നേഹസ്മരണയും കൂടിയാണ്, തലേ രാത്രിയുടെ ഇബാദത്തിന്റെ പരിപൂർണതയും കൂടിയാണ് പിറ്റേ പകലിലെ നോമ്പ് എന്ന അർത്ഥത്തിൽ, ആശയത്തിൽ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശഅബാൻ 15-ന്റെ പകല് എന്ന ശനിയാഴ്ചയിൽ നമുക്ക് മിക്കവാറും ഇൻഷാ അല്ലാഹ് നോമ്പ് തന്നെ ആവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
إلى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه خجل قمر وفرقدا ألا هو الذي توسل به آدم عليه السلام فافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة حين حملت ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فوبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين كذب به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد ربي صل وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أنت منزينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. إننا نرجو إلى كأس حوضك للعطش
يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. بسم الله الرحمن الرحيم. يا حي يا قيوم برحمتك أستغيث 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 يا حي يا قيوم برحمتك أستغيث
يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث
يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله
اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله.
اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. اللهم إنك حليم ذو أناة لا طاقة لنا فاعف عنا بحلمك يا الله. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك.
أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نسيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل مسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها هبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون
وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمده ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويهلك القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي ينشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نار فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل مسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها هبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم منسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم
فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويهلك القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي ينشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نار فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نسيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء من أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل مسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغن أني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها هبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون
سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم منسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويهلك القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نار فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه وما قدمناه هدية إلى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته يا رب العالمين. اللهم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء كلهم أجمعين. اللهم وإلى أرواح مشايخنا الكبار وساداتنا الكبراء أصحاب البدريين وجميع الصحابة كلهم أجمعين. وإلى حضرات أرواح ساداتنا ومشايخنا كلهم أجمعين. وإلى حضرات أرواح علمائنا السابقين من سلسلة القادرية والرفاعية والبرزانية والشاذلية والبدوية والچشتية والسهروردية والهمدانية والعيدروسية والعالوية والبعلوية والنقشبندية وسائر الطرق كلهم أجمعين. اللهم وإلى حضرات أرواح علمائنا ومشايخنا الذين سبقوا منا من جمعيتنا، اللهم ارفع درجاتهم لديك يا رب العالمين. اللهم بحقوقهم بارك لنا في دعائنا وفي آميننا وفي مجلسنا يا رب العالمين. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്ക് അല്ലാ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാ, നീ മാപ്പാക്കണേ തമ്പുരാനെ. നീ ഇഷ്ടപ്പെട്ടവരുടെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ സ്വഭാവ മഹിമ കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കുക അല്ലാ. ഹറാമിലേക്ക് ഞങ്ങളെ അടുപ്പിക്കല്ലേ അല്ലാ. നിന്റെ ഖദർ കൊണ്ടാ ഖലാഇലാ ഞങ്ങൾ തെറ്റ് ചെയ്തത് തമ്പുരാനെ, നീ മാപ്പാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും മഖ്സൂസ കൊണ്ട് നീ അനുഗ്രഹിച്ച ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ മഗ്ഫിറത്തിൽ ഞങ്ങളെ ചേർക്കുക അല്ലാ. അല്ലാഹുവേ ഈ പരിശുദ്ധ ശഅബാൻ മാസം ഈ അനുഗ്രഹീത ബറാഅത്ത് രാവ് റബ്ബേ ഞങ്ങളുടെ ആയുസ്സിലെ അവസാനത്തെ ബറാഅയാവല്ലേ അല്ലാ, അവസാനത്തെ ശഅബാൻ ആവല്ലേ അല്ലാ. ആയുസ്സും ആരോഗ്യവും നീ നീട്ടി തരണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു റബ്ബേ. ആമീൻ പറയുന്നവർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും നീ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാ. എല്ലാവർക്കും നീ രോഗം ശിഫയാക്കണേ അല്ലാ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ റബ്ബേ, ലൈവായി മെസ്സേജ് അയക്കുന്നവർ എല്ലാവരും വസിയത്തേൽപ്പിക്കുന്ന രോഗങ്ങളുടെ എല്ലാം രോഗങ്ങൾ അഖിലവും നിനക്കറിയാം, നീ ശിഫ നൽകണേ അല്ലാ. വസിയത്തിൽ പറയുന്ന കടബാധ്യതകൾ റബ്ബേ നീ വീട്ടിക്കൊടുക്കുക അല്ലാ. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും ഇബ്രാഹിം എന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു റബ്ബേ. ഭക്ഷണം കഴിക്കില്ല, കഴുത്തിന് ഉറപ്പ് വന്നിട്ടില്ല, ധാരാളം വൈകല്യങ്ങളുള്ള പൊന്നുമോൻ റബ്ബേ, ഒരുപാട് ഓപ്പറേഷനും ചികിത്സയുമായി ലക്ഷോപലക്ഷം വരുന്ന പൈസയും ചെലവായി ഇപ്പോഴും റബ്ബേ വലിയ വിഷമത്തിലാണ് ആ കുടുംബം. നീ പരിപൂർണമായ ആരോഗ്യം നൽകണേ അല്ലാ. പ്രതിരോധമുള്ള ശരീരം നൽകണേ അല്ലാ. ആ ശരീരത്തിന്റെ വൈകല്യങ്ങളെ അതിജയിക്കാനുള്ള ഒരു വല്ലാത്ത അത്ഭുതം ആ ശരീരത്തിലുണ്ടാവണം അല്ലാ. വിദേശത്ത് ജോലി തേടുന്ന ഒരു സഹോദരി പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. തമ്പുരാനെ ഞങ്ങളുടെ പരിപാടി സ്ഥിരം കാണുന്ന ഒരു സഹോദരി, മലപ്പുറം ജില്ലയിലെ വണ്ടൂരുള്ള സഹോദരി, അല്ലാഹുവേ അവർക്ക് ക്യാൻസർ രോഗമാ, ചെറുപ്പക്കാരിയാ, കൊച്ചുമക്കളാ, തമ്പുരാനെ നീ ശിഫ നൽകണേ അല്ലാ. ഇപ്പോൾ അവരുടെ കണ്ണിനും ആ രോഗം ബാധിച്ചിട്ടുണ്ട്, റേഡിയേഷൻ കഴിഞ്ഞു വന്നു. അല്ലാഹുവേ ആ സഹോദരിക്ക് ശിഫ നൽകുക അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ.
മലപ്പുറം ജില്ലയിലെ വണ്ടൂരുള്ള മറ്റൊരു സഹോദരി, അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. വിദേശത്തുള്ളവരുടെ മകന് നീ സമാധാനവും ഐശ്വര്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ, പട്ടാമ്പിയിലുള്ള ഒരു സഹോദരി, റഹ്മാനായ തമ്പുരാനെ, അവരുടെ കുടുംബം ഞങ്ങളുടെ പരിപാടി സ്ഥിരം കാണുന്ന ഒരു കുടുംബമാണ്. സ്വകാര്യ ഭാഗങ്ങളിൽ റബ്ബെ അസഹ്യമായ വേദനയുള്ള സഹോദരി, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, രോഗത്തിന് കുറവില്ല. ഡോക്ടർമാരെ കണ്ടിട്ട് രോഗത്തിന് കുറവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. പ്രത്യേകിച്ച് സഹോദരിക്ക് നീ ശിഫ നൽകണേ അല്ലാ. ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ വേദന റബ്ബെ നീ ശമിപ്പിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബെ അത് അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ശേഷി നൽകണേ അല്ലാ. ആ വേദന നീ ശിഫയാക്കണേ അല്ലാ. വേദന ശിഫയാക്കണേ അല്ലാ. ജോലിക്ക് പോവാത്ത, അതിന് മടി കാണിക്കുന്ന ഭർത്താക്കന്മാര്, ജോലിക്ക് പോവാൻ മടി കാണിക്കുന്ന മക്കള്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ കുടുംബത്തിലുള്ള സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അങ്ങനെ ധാരാളം കേസുകളുണ്ട്. ജോലിക്ക് പോവാനുള്ള മനസ്സ് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, കണ്ണൂര് പഴയങ്ങാടിയിൽ 19 വയസ്സുള്ള ഒരു പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് ദുആരക്കാൻ പറഞ്ഞു. അണ്ടാശയത്തിൽ ട്യൂമറാണ് അല്ലാ. വലത് ഓവറി എടുത്ത് കളഞ്ഞതാ. 2 കൊല്ലത്തിലധികമായ കുടുംബം ചികിത്സയില. അല്ലാഹുവേ, ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പഠനവേദിയിലും മറ്റും ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ശിഫ നൽകുക അല്ലാ, ശിഫ നൽകുക അല്ലാ. ആ ഉമ്മ സങ്കടത്തോടുകൂടെ ഒരിക്കൽ പറഞ്ഞു, ജീവിതത്തെക്കാളും വലുത് ജീവനല്ലേ ഉസ്താദെ. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് ശിഫ നൽകുക അല്ലാ. ആ രോഗം നീ ഭേദമാക്കി കൊടുക്കുക അല്ലാ. നല്ലൊരു ജീവിതവും സന്തോഷവും നൽകണേ അല്ലാ. ആ വീട്ടിലും മറ്റു മക്കൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. വീട് ജപ്തിയുടെ വക്കീലാണ്, മറ്റൊരുപാട് കടങ്ങളുണ്ട്. കണ്ണൂരുള്ള പ്രിയപ്പെട്ട നൗഫൽ എന്ന സഹോദരൻ റബ്ബേ നീ കരകയറ്റണേ അല്ലാ. ജപ്തിയുമായി ബന്ധപ്പെട്ട് പല വീടുകളും കടബാധ്യതയിൽ മുങ്ങി നിൽക്കാ ഒരുപാട് സഹോദരങ്ങൾ ആ പ്രയാസം അനുഭവിക്കുന്നു. അല്ലാഹുവേ, നീ ആശ്വാസം നൽകണേ അല്ലാ. അല്ലാഹുവേ, കടബാധ്യത പലിശയുമായി ബന്ധപ്പെട്ടത് പലർക്കുമുണ്ട്. അല്ലാഹുവേ, നീ കരകയറ്റണേ അല്ലാ, കരകയറ്റണേ അല്ലാ. അല്ലാഹുവേ, പേരക്കുട്ടിക്ക് വയറുവേദന, ആ പൊന്നുമോൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. എൻഡോസ്കോപ്പി വേണമെന്നാ പറഞ്ഞത്, നല്ല റിസൾട്ട് വേണം. ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകുക അല്ലാ, ശിഫ നൽകുക അല്ലാ, ശിഫ നൽകുക അല്ലാ. ഞങ്ങളുടെ പരിപാടി സ്ഥിരം കാണുന്ന വിദേശത്ത് ജോലിക്ക് പോയ ഭർത്താവിന് വേണ്ടി തുടരെ രോഗങ്ങൾ വരുന്നു. പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ സഹോദരി ഏൽപ്പിച്ചു. ഇപ്പോൾ അവർക്ക് ബ്ലേഡിന്റെ അലർജി, കൈവേദന എല്ലാം ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ഈ അടുത്ത ദിവസങ്ങളില് റഹ്മാനായ തമ്പുരാനെ, അന്നനാളത്തിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആരക്കാൻ അല്ലാഹുവേ ഒരു മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ അടുത്ത ദിവസം ആ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞത്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഈ ഷഅബാൻ മാസം വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഷഅബാന്റെ മുമ്പ് മരിച്ചവരുണ്ട്. പല കാലങ്ങളിലായി മരിച്ച, പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു ഉമ്മ, അവർക്ക് ഒറ്റ മോന, 1 കൊല്ലമായി ഗൾഫിൽ ജയിലില. വേഗത്തിൽ മോചനം നൽകണേ അല്ലാ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആ സഹോദരന് ഗൾഫിൽ ജയിൽ മോചനം നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, റജബ് 1 മുതൽക്ക് സുന്നത്ത് നോമ്പുകളും ഇബാദത്തുകളുമായി കഴിയുന്ന ഉമ്മമാരൊരുപാടുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പരിപാടി സ്ഥിരം കാണുന്ന പല ആളുകളും ആ കാര്യം പറഞ്ഞ് പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആഫിയത്ത് കൊടുക്കുക അല്ലാ, ദീർഘായുസ് നൽകുക അല്ലാ. 3 വർഷവും 3 മാസവുമായി ഭർത്താവ് പരസ്ത്രീ ബന്ധവുമായി ഒരു അന്യ പെണ്ണിന്റെ കൂടെയാ. എത്ര പറഞ്ഞിട്ടും അത് ഉപേക്ഷിക്കുന്നില്ല. കുടുംബത്തിൽ വന്നാൽ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുന്നു. കുടുംബം നോക്കുന്നില്ല സഹോദരൻ. അല്ലാഹുവേ, നീ സൽബുദ്ധി കൊടുക്കുക അല്ലാ. ഹറാമിൽ നിന്നും കരകയറ്റണേ അല്ലാ. റബ്ബേ, മദ്രസയിലും സ്കൂളിലും പോകാൻ പേടിയുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടി ദുആരക്കാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ആ മാനസിക വിഷമം മാറ്റി കൊടുക്കുക അല്ലാ. അല്ലാഹുവേ, സിഹർ സംബന്ധമായി വിഷമിക്കുന്ന ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. ശിഫ നൽകണേ അല്ലാ, കരകയറ്റണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മകന്റെ നടുവേദന മാറാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞു. നടുവേദനയും കാലുവേദനയും മുട്ടുവേദനയുമുള്ള ഒരുപാട് പേര് വേറെയും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ.
പ്രവാസികളുടെ കച്ചവട സംബന്ധമായ വിഷമങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രവാസികൾ പലപ്പോഴായി ഫോൺ ചെയ്തറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ദുബൈയിലുള്ള മകന്റെ ലൈസൻസ് ശരിയാവാൻ വേണ്ടി പരിപാടി സ്ഥിരം കാണുന്ന പൊന്നാനിയിലുള്ള ഒരു ഉമ്മ, അള്ളാഹുവേ ആ മകന്റെ ലൈസൻസ് സംബന്ധമായ വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ, മുന്നിലുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാ. ആ സഹോദരന് നല്ലൊരു വിവാഹ ബന്ധം നീ അടുപ്പിച്ചു കൊടുക്കുക അല്ലാ. അവർക്ക് താമസിക്കാൻ വീടില്ല, ഒരു വീട് നീ എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, തൃശ്ശൂർ ജില്ലയിലെ നെടുമ്പറമ്പിലുള്ള ഒരു ഉമ്മ, മകന് 34 വയസ്സായി, കല്യാണം ആയിട്ടില്ല. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അവർക്ക് സ്വന്തമായൊരു വീടില്ല, നീ വീടെത്തിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിലും കല്യാണ പ്രായമെത്തിയ മക്കളുണ്ട് പലരും. അള്ളാഹുവെ അനുയോജ്യരായ ബന്ധങ്ങൾ അടുപ്പിക്കണേ തമ്പുരാനെ. മക്കള് നന്നായി പഠിക്കാൻ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ വസിയത്ത് നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ മക്കളെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. നന്നായി പഠിക്കുന്ന മക്കളായി ഞങ്ങളുടെ മക്കള് മാറണമല്ല, പഠിച്ചത് കൊണ്ട് ഉപകാരമുണ്ടാവണേ അല്ലാ. മക്കളുടെ സ്വഭാവം നന്നാവാനും പലരും ദുആരക്കാൻ ഏൽപ്പിച്ചു. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നല്ല സ്വഭാവമുള്ളവരാക്കണേ അല്ലാ. അള്ളാഹുവെ കണ്ണിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖമാവാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചു. നീ തൗഫീഖ് നൽകണേ അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ നീ ഓപ്പറേഷൻ ഒഴിവാക്കി ശിഫ എത്തിക്കണേ അല്ലാ. പലിശ കടങ്ങളിൽ പെട്ടവർക്ക് റബ്ബേ, ജപ്തിയുമായി ബന്ധപ്പെട്ടവർക്ക് റബ്ബേ നീ ആശ്വാസം നൽകുക അല്ലാ. പലിശ കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ പെരിന്തൽമണ്ണയിലെ താഴക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും റബ്ബേ അബുദാബിയിലുള്ള മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സഹോദരൻ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ പരിപാടി സ്ഥിരം കാണുന്ന സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യക്കും റബ്ബേ നീ നല്ല ഹൈറായ സന്തോഷകരമായ ജീവിതം അദ്ദേഹത്തോടൊപ്പം നൽകണമല്ല. മക്കളെ നീ നല്ല ഭാവിയിലെത്തിക്കണേ അല്ലാ. മകളുടെ നിശ്ചയിച്ച വിവാഹം ചില തടസ്സങ്ങൾ കൊണ്ട് വിഷമിക്കുന്നു, പ്രത്യേകം ദ്വാരക്കാൻ. അള്ളാഹുവെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ നിശ്ചയിച്ച വിവാഹം നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ തടസ്സങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പരിപാടി സ്ഥിരം കാണുന്ന മേലാറ്റൂർ, മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നിന്നും ഒരു ഉമ്മ, സുഖമില്ലാത്ത ആ ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ. അള്ളാഹുവെ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകുക അല്ലാ. ആ കുടുംബത്തിലെ മരുമകൾ ഗർഭിണിയാണ്. അള്ളാഹുവേ നീ സുഖപ്രസവം നൽകണേ അല്ലാ. അവിടെ വീട് പണി നടക്കുന്നു. അള്ളാഹുവേ വീട് പണി നടക്കേണ്ടതുണ്ട്. അള്ളാഹുവേ വീട് പണിയാൻ നല്ലൊരു വീട് വെക്കാൻ അവർക്ക് നീ ഭാഗ്യം നൽകുക അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്തവർക്കും ആ ഭാഗ്യം നൽകണേ അല്ലാ. നടക്കാൻ സാധിക്കുന്നില്ല. ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു ഉമ്മ, ഞരമ്പ് സംബന്ധമായ വിഷമം വന്നു, അവർ മസിൽ തളർച്ച കൊണ്ടും പ്രയാസപ്പെടുന്നു, നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹുവേ ശിഫ നൽകുക അല്ലാ, ശിഫ നൽകുക അല്ലാ. 40 വർഷമായി തളർന്ന ശരീരം, ഇപ്പൊ ഇരിക്കാനും കൂടി പറ്റുന്നില്ല. തഹജ്ജുദ് നിസ്കാരം അടക്കമുള്ള അമലുകൾ ഒഴിവാക്കാത്ത ഒരാളാണ്. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ വല്ലാത്ത പരീക്ഷണമാണല്ലോ തമ്പുരാനെ. 40 കൊല്ലമായി തളർന്നു കിടക്കുന്ന ആള് കസേരയുടെ സാന്നിധ്യത്തോടെ സഹായത്തോടെ നിസ്കരിച്ചു പോന്നതായപ്പോ നിസ്കരിക്കാൻ പറ്റുന്നില്ല. അല്ലാഹുവേ തഹജ്ജുദ് അടക്കമുള്ള അവരുടെ അമല് മുടങ്ങല്ലേ അല്ലാ. നീ തൗഫീഖ് നൽകുക അല്ലാ. വാടക വീട്ടിൽ താമസിക്കുന്നവർ റബ്ബെ ഒരുപാട് പേരുണ്ട്. വീടുണ്ടാവാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബെ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ തൗഫീഖ് നൽകുക അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും ഹലാലായ മുറാദുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ നിന്നും ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു കുടുംബം, അല്ലാഹുവേ ഹാർട്ടിന്റെ ഭിത്തിയിൽ കട്ടികൂടി വരുന്ന രോഗം, മറ്റു വിഷമങ്ങൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും ബറക്കത്തുണ്ടാവാൻ വേണ്ടി ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. ബറക്കത്താക്കണേ അല്ലാ. കച്ചവടവും ബിസിനസ്സും റാഹത്താക്കണേ അല്ലാ. അല്ലാഹുവേ ആക്സിഡന്റ് പറ്റി ചികിത്സയിലുള്ള പലർക്കും വേണ്ടി ദുആരക്കാൻ പറഞ്ഞു. നീ ആരോഗ്യം നൽകുക അല്ലാ. പ്രതിരോധിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാ. പ്രതികരണ ശേഷി നൽകണേ അല്ലാ. അല്ലാഹുവേ ഉള്ളവന്റെ പ്രിയ സുഹൃത്ത് സലീം ഹാജി ദുബൈയിൽ വെച്ച് അദ്ദേഹം കുളിമുറിയിൽ വീണ് സാരമായ പരിക്കോടെ അല്ലാഹുവയുടെ ആശ്ര മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ.
അള്ളാഹുവെ ദുബൈയിൽ ലൈസൻസിന് വേണ്ടി ഒരു സഹോദരി ശ്രമിക്കുന്നവരുടെ ജോലിയുടെ ഭാഗമായി നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകുക അല്ലാ. 6 മാസമായി വിദേശത്ത് ജോലി തേടി അലയുന്ന മകന് ജോലി കിട്ടിയിട്ടില്ല, ദ്വാരക്കാൻ പറഞ്ഞു. വയസ്സായ പ്രായമുള്ള ഒരു ഉപ്പ വന്ന് സങ്കടത്തോടെ ദ്വാരക്കാൻ പറഞ്ഞു. തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിൽ ഒരു പൊന്നുമോള് റബ്ബേ ഓപ്പറേഷന് വിധേയാകുന്നു. ആ മോളുടെ ഒരു ഭാഗം, ശരീരത്തിൽ ലെൻസിന്റെ ഒരു ഭാഗം ദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. 10-25 വയസ്സേ ഉള്ളൊരു കുഞ്ഞു മോളുണ്ട് ആ സഹോദരിക്ക്. അള്ളാഹു ആ സഹോദരിക്ക് ശിഫ നൽകണേ അല്ലാ. അതിന്റെ പിതാവ് ഒന്നുകൊണ്ട് വല്ലാത്ത സങ്കടത്തോടു കൂടെ ദ്വാരക്കാൻ പറഞ്ഞു. നീ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ അടുത്ത ദിവസം ക്യാൻസർ വന്ന് മരിച്ച ഷമീർ എന്ന സഹോദരൻ, പലപ്പോഴും ഷമീറിന് വേണ്ടി ഞങ്ങൾ ദ്വാരുന്നതാ. മരിച്ചുപോയി തമ്പുരാനെ, ആ ഷമീറിന് മഗ്ഫിറത്ത് നൽകുക അല്ലാ. രോഗത്തിന്റെ കെടുതി അനുസരിച്ച് റബ്ബെ കൂടുതൽ കൂലി കൊടുക്കണേ അല്ലാ. കൊച്ചുമക്കളെ ബാക്കി വെച്ചിട്ടാ പോയത്. അള്ളാഹുവേ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ, ആ കുടുംബത്തെ ഏറ്റെടുക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. അള്ളാഹുവേ ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. യൂറിനിൽ സ്റ്റോൺ ഉള്ള ഒരു സഹോദരന് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഷാർജയിൽ നിന്നും ഒരു സഹോദരൻ ഈ പരിപാടി സ്ഥിരം കാണുന്നു, പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചു. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു സഹോദരി, മരണപ്പെട്ട ഭർത്താവ്, വിദേശത്ത് വെച്ച ഭർത്താവ് മരണപ്പെട്ടത്, പ്രത്യേകം ദ്വാരക്കാൻ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പരിപാടി സ്ഥിരം കാണുന്ന ഒരു സ്ഥിരം കാണുന്നവരിൽ പലരിലും മക്കളില്ലാത്തവരുണ്ട് തമ്പുരാനെ. മലപ്പുറം ജില്ലയിലെ എന്റെ പ്രിയ ഒരു സഹോദരി മക്കളില്ല. ഈ പരിപാടി 1 മുതൽക്ക് ഒന്നും വിടാതെ കാണുന്ന, ഇതിൽ ആമീൻ പറയുന്ന സഹോദരിയാണ്. ആ സഹോദരിക്ക് നീ മക്കളെ നൽകണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ. അവരുടെ ഭർത്താവ് കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത് ജീവിച്ച സഹോദരനാണ്. ആ സഹോദരനൊരു സന്തോഷം നീ എത്തിക്കണേ അല്ലാ. കുഞ്ഞുങ്ങളെ നൽകണേ അല്ലാ. അറ്റാക്ക് വന്ന വാപ്പാക്ക് ശിഫ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ 4 പെൺമക്കളാ റബ്ബേ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ സ്ഥല സംബന്ധമായ ഒരു കേസുണ്ട്, അത് വിജയിക്കാൻ ഈ പരിപാടി സ്ഥിരം കാണുന്ന കുടുംബമാണ്. അള്ളാഹുവെ നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അള്ളാഹുവെ വിജയിപ്പിക്കണേ അല്ലാ. SSLC-യും +2 മറ്റു വിദ്യാർത്ഥികൾ റബ്ബേ, എക്സാം അഭിമുഖീകരിക്കുന്ന മക്കൾ നീ വിജയം നൽകണേ അല്ലാ. ഖൈറായ പഠനം നൽകണേ അല്ലാ. ഭർത്താവിന് ജോലിയില്ല, വീടില്ല, വിസ ശരിയാവണം ദ്വാരക്കാൻ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ജോലി കൊടുക്കുക അല്ലാ, വീട് കൊടുക്കുക അല്ലാ, വിസ കൊടുക്കണേ അല്ലാ. ബറാഅത്ത് രാവിന്റെ പരിഗണന നീ നൽകണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് തൂവൂരിൽ നിന്നും റബ്ബേ 2 വർഷമായി വൻകുടൽ സംബന്ധമായ രോഗമുള്ള കുട്ടിക്ക് വേണ്ടി അള്ളാഹുവേ ദുആരക്കാൻ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ്. അള്ളാഹുവേ ആ കുട്ടിക്ക് ശിഫ നൽകുക അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. വീട് പണി തീരാത്ത ധാരാളം ആളുകൾ ദുആരക്കാൻ പറഞ്ഞു. നീ തൗഫീഖ് നൽകണേ അല്ലാ, വീട് പണി പൂർത്തിയാക്കണേ അല്ലാ. കച്ചവടം നന്നാവാൻ വേണ്ടി ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. അള്ളാഹുവെ നല്ല കച്ചവടങ്ങളും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ മക്കളുടെ വിവാഹമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. വസ്തുവിറ്റ് കടം തീരാൻ വേണ്ടി പലരും പറഞ്ഞു. അള്ളാഹുവെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അത് ഏൽപ്പിച്ചിട്ടുണ്ട്. വസ്തു വിറ്റ് കടം തീരാനും വിറ്റതിനേക്കാളും നല്ലത് വാങ്ങാനും ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനേ, ഞങ്ങളെ പരിപാടി സ്ഥിരം കാണുന്ന പ്രവാസിയായ മലേഷ്യയിലുള്ള ഒരു ഉമ്മ, അവരുടെ 2 പെൺമക്കൾക്ക് നല്ല വിവാഹം ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചു. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. നല്ല വിവാഹ ബന്ധം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ അവരുടെ മകൾക്ക് ഉണ്ടായ സിഹർ സംബന്ധമായ പ്രയാസം മാറാൻ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സിഹർ ബാത്തിലാക്ക് അല്ലാ. അള്ളാഹുവേ ബെഡ് റെസ്റ്റിൽ കഴിയുന്ന ഒരു ഉമ്മ, അവർ പ്രത്യേകം ദുആരക്കാൻ ഏൽപ്പിച്ചു. നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അവരുടെ മകനും ശാരീരിക പ്രയാസങ്ങളുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഈ പരിപാടി സ്ഥിരം കാണുന്ന മറ്റൊരു ഉമ്മ, ആക്സിഡന്റ് പറ്റി അവർക്ക് അവർ വിശ്രമത്തിലാണ്, വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. അള്ളാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഉറക്കത്തിൽ ഫിറ്റ്സ് വരുന്ന രോഗം, ഒരു പൈശാചിക രോഗം, ഒരു സഹോദരി പ്രത്യേകം ദുആരക്കാൻ ഏൽപ്പിച്ചു. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. കാലുവേദന, നടുവേദന, മറ്റു ശാരീരിക വേദനകൾ, പ്രയാസങ്ങൾ
ഹാർട്ട് അറ്റാക്ക് സംബന്ധമായ വിഷമമുള്ളവർ, ശരീരത്തിൽ ബ്ലോക്ക് ഉള്ളവർ, അലർജി രോഗികൾ റബ്ബേ ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ രോഗികൾ ശിഫ നൽകണേ അല്ലാ. പനിയുള്ളവർ ശിഫ നൽകണേ അല്ലാ. 8ാം ക്ലാസ് വിദ്യാർത്ഥി പരിപാടി സ്ഥിരം കാണുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ, നടക്കാൻ കഴിയാത്ത കുട്ടിയാ റബ്ബേ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചു. തൗഫീഖ് നൽകണേ അല്ലാ, കുടുംബത്തിലെ വിഷമങ്ങൾ മാറ്റണേ അല്ലാ. അപസ്മാര രോഗികൾ ഒരുപാട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടി കാണുന്ന പലരിലും അപസ്മാര രോഗമുണ്ട്. ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ശിഫ നൽകണേ അല്ലാ. PSC എക്സാം എഴുതുന്നവർ, അതുപോലെ ജോലിക്ക് വേണ്ടി തയ്യാറാകുന്നവർ പ്രത്യേകം ദുആരക്കാൻ ഏൽപ്പിച്ചു. തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകുക അല്ലാ. അൾസർ മാറാൻ, ഡിസ്ക് വേദന മാറാൻ, ഭർത്താവിന്റെ ഷുഗർ ഭേദമാവാൻ അല്ലാഹുവേ ഒരു കുടുംബം ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മക്കളുടെ വികൃതിയും കുസൃതിയും ശല്യമായി വരുന്ന ഇടം അല്ലാഹുവേ മക്കളെ നന്നാക്കണേ അല്ലാ. അവരുടെ ദുസ്വഭാവങ്ങളും ദുശ്ശാഠ്യങ്ങളും മാറ്റണേ അല്ലാ. സിഹറിന്റെ ബുദ്ധിമുട്ടുകൾ, കണ്ണേറ് സംബന്ധമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ബാത്തിലാക്കി കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും ചേർക്കണേന്ന് കമന്റായും അതുപോലെ തന്നെ മെസ്സേജായും വാട്സാപ്പായും ഒക്കെ അയച്ചവരുണ്ട്. അങ്ങനെ ദുആയിൽ ചേർക്കാൻ വസിയത്ത് ഏൽപ്പിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ദുആഇന്റെ എല്ലാ നന്മകളും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പരിപാടി സ്ഥിരം കാണുന്ന ഈ ഉള്ളവൻ 3-4 വർഷം ഭക്ഷണം കഴിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അവരുടെ ഭർത്താവ് മരിച്ചതിന്റെ ആണ്ട് ദിവസമാണെന്ന് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞേൽപ്പിച്ചു. പഠിക്കുന്ന കാലത്തെ മക്കൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം തന്ന് ഞങ്ങളെ ലാളിച്ച് വളർത്തിയ ഞങ്ങളുടെ ഉമ്മമാരുടെ, സഹോദരിമാരുടെ ഹാജത്തുകൾ നിറവേറ്റുക അല്ലാ. പ്രത്യേകിച്ച് റബ്ബെ പെരുമ്പാവൂരുള്ള കുടുംബത്തിൽ മരണപ്പെട്ട പ്രിയപ്പെട്ട ഇക്ക ഷൗക്കത്ത് അലി, അല്ലാഹുവേ നീ ഖബർ വെളിച്ചമാക്കണേ അല്ലാ, ഖബർ വെളിച്ചമാക്കുക അല്ലാ, പുറത്തു കൊടുക്കുക അല്ലാ. ആ കുടുംബത്തിലെ പൊന്നുമക്കളെ റബ്ബേ, ഐക്കാടെ പൊന്നുമക്കളെ നീ നന്നാക്കണേ അല്ലാ. എറണാകുളം ജില്ലയിലെ നെടുന്തോട് നിന്നാണ് ദ്വാരക്കാൻ ഏൽപ്പിച്ചത്. 1000 ആമീൻ പറയുന്നല്ല അല്ലാ, നീ ഖബൂലാക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഈ ഉള്ളവന്റെ പ്രിയ സുഹൃത്ത് സലാല അബ്ദുൽ അസീസ് ഹാജി ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും ബറക്കത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മകന്റെ എക്സാം ഈ 31-ാം തീയതി തുടങ്ങാ, നീ റാഹത്താക്കണേ അല്ലാ, റാഹത്താക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, സിംഗപ്പൂരുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പല ആളുകളും ഈ പരിപാടി കാണുന്നവർ, ദുബൈയിലുള്ള പലരും ഞങ്ങളുടെ ഈ പരിപാടി കാണുന്നവർ, അല്ലാഹുവേ മസ്കറ്റിലുള്ള പലരും ഈ പരിപാടി കാണുന്നവർ, മലേഷ്യയിലുള്ള പലരും ഞങ്ങളുടെ ഈ പരിപാടി കാണുന്നവർ, അല്ലാഹുവേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള പല രാജ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ ഈ പരിപാടി കാണുന്ന എല്ലാ പ്രവാസികൾക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല സ്വലാഹിയത്തിന്റെ ജീവിതവും ഇസ്ലാമിക ചിന്തയും ദീനീ ബോധവും നൽകണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ആളുകൾ വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും ഹദിയ തന്ന് സന്തോഷിപ്പിച്ചവരുണ്ട് അല്ലാ, ഗൂഗിൾ പേ വഴിയും അല്ലാതെയുമൊക്കെ. റബ്ബേ അവരോട് നല്ല കടപ്പാട് ഞങ്ങൾക്കുണ്ട് അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരാളുടെയും ചെറുതും വലുതുമായ സമ്മാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? കടപ്പാട് അവരോടുണ്ട് അല്ലാ. ഞങ്ങൾക്ക് ഹദിയ തന്നവർക്ക് റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, എൻ്റെ പ്രിയ സഹോദരൻ സഫജിത്ത് പുതിയ ജോലി നേടുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഓതിയതിന്റെയും ചൊല്ലിയതിന്റെയും എല്ലാം സവാബ് ഞങ്ങളിൽ നിന്നും മരിച്ച എല്ലാവരുടെയും ഖബറിടത്തിലെത്തിക്കണേ അല്ലാ. ബറാഅത്തിന്റെ പുണ്യം നീ തരണേ അല്ലാ. ഈ രാവിൽ ദുആരക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും പ്രാർത്ഥനകൾ ഖബൂലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.